ഞാൻ ഈ ചോദിക്കുന്ന കാര്യത്തിന് നീ കംപ്ലീറ്റ് ഓണസ്റ്റ് ആയിട്ട് ഉത്തരം എന്താ? എപ്പോഴാണ് നീ ലാസ്റ്റായിട്ടൊരു തോൽവി സംഭവിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി എൻ്റെ തലയിൽ എടുത്തേക്കുന്നത്? അതായത് ഒരു തോൽവി ആകട്ടെ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും നീ വിചാരിച്ചൊരു കാര്യം ഇത്ര ഇതായിട്ട് ചെയ്യണം, പക്ഷേ നിനക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞിട്ട് നീ എപ്പോഴാണ് ലാസ്റ്റായിട്ട്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നീ അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി എൻ്റെ ആണ്, ഞാൻ കാരണമാണ് അങ്ങനെ സംഭവിച്ചത്, അത് എൻ്റെ ഉത്തരവാദിത്വമാണെന്നും പറഞ്ഞ് ആ ഫെയിലിയറിൻ്റെ ഇത് നിൻ്റെ തലയിൽ എടുത്തേക്കുന്നത്? ഒന്നും തലയിലോട്ട് വരുന്നില്ലല്ലോ, കാരണം അങ്ങനൊരു സാധനം ഉണ്ടായിട്ടില്ല. മനുഷ്യരുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആകുന്നൊരു ഇതാണ്, അത് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ ചെറിയൊരു ഫുട്ബോൾ മാച്ച് ആകട്ടെ, നീ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും നല്ലോണം കളിക്കുന്നുണ്ട്, ആ മാച്ച് നീ പൊട്ടി, ഒരു 3-0 നീ തോറ്റെന്ന് വെച്ചു. മാച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ വെച്ച് എല്ലാവരും ഇതായിട്ടൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞ് പുറത്ത് പോകുമ്പോൾ നീ നിൻ്റെ വേറൊരു കൂട്ടുകാരനും കൂടെ ഇരിക്കുന്നത്, എടാ ആ കളി നമ്മൾ ജയിക്കേണ്ടായിരുന്നു, ആ റൈറ്റ് വിങ്ങിങ് കളിച്ചവന്മാരൊക്കെ എന്നാ കൂപ്പാണ് കാണിച്ചുകൊണ്ടിരുന്നത്, ആ വിങ്ങിൽ നിന്ന് അവന്മാർക്ക് മര്യാദക്കൊരു ക്രൂസ് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അവൻ ആ മറ്റേ പാസ് വന്നപ്പോഴത്തേക്കും ഞാനത് ബ്ലോക്ക് ചെയ്ത് അവൻ ഇട്ട് കൊടുത്തേ, അവനത് ക്രൂസ് വെക്കുമായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഗോൾ അടിച്ച് കയറി വന്നേ. ഡിഫൻസ് ലൈൻ എന്ത് വീക്കായിട്ടാണ് വന്നേച്ചാൽ അവന്മാർ അവിടെ ഇവിടെ ചെതറി അങ്ങനെ കുറേ ഇതായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഗോൾ കീപ്പറിന് ആ സേവ് പിടിക്കുകയായിരുന്നു, അവൻ ആ ഇതിന് ഇങ്ങോട്ട് അടിച്ചാൽ മതിയായിരുന്നു, പെനാൽറ്റി വന്നപ്പോഴത്തേക്കും അങ്ങോട്ട് ചാടേണ്ട ആവശ്യമില്ലായിരുന്നു. അവിടെ നീ ഒരിക്കലും നിൻ്റെ ആ ഒരു മിസ്റ്റേക്സ്, ഞാൻ ഇങ്ങനൊരു സാധനം ചെയ്യുമായിരുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു, ആ ഒരു നീ നിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കാൻ പോകുന്നില്ല. നീ എപ്പോഴും മറ്റുള്ളവരുടെ ഇതിൽ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ആ മനുഷ്യരുടെ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. കാരണം എന്തെങ്കിലും ഒരു ചെറിയ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ആ തോൽവീൻ്റെ പ്രഷർ അവർക്ക് അവരുടെ സ്വന്തം തലയിൽ എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു എക്സാം വേണ്ട, എക്സാമിന് എനിക്ക് മാർക്ക് പറയുമ്പോഴത്തേക്കും എന്നാ വീട്ടുകാർ റിലേറ്റീവ്സ് എല്ലാവരും വന്നായിരുന്നു, വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, കാരണം നല്ലോണം പഠിക്കാൻ പറ്റിയില്ല. നിൻ്റെ കുഴപ്പമായിട്ടല്ല അവിടെ നീ കാണിക്കുന്നത്, റിലേറ്റീവ്സ് വന്നു, പഠിക്കാൻ സമയം കിട്ടിയില്ല, അവരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യണമായിരുന്നു. ഇതാണ് ആ ഒരു ഹ്യൂമൻ മൈൻഡിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ. ഒരിക്കലും നിൻ്റെ പ്രശ്നമായിട്ട് ഞാൻ പറയത്തില്ല, എല്ലാവരുടെയും മനസ്സിലുള്ള, എൻ്റെ മനസ്സിലാണെങ്കിലും വരാറുള്ള സാധനം തന്നെ ഇത്. അല്ല ഇവിടെ നിൻ്റെ ആ ഒരു ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിൻ്റെ ആ ഒരു ഡോമിനൻസ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ, നീ ആ ഒരു മൈൻഡ് സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിനക്കുണ്ടാകുന്ന ഓരോ സെറ്റ് ബാക്സിലും നിനക്കുണ്ടാകുന്ന ഓരോ വിക്ടറീസിലും കംപ്ലീറ്റ് ആയിട്ട് ആ റെസ്പോൺസിബിലിറ്റി നീ ആയിട്ട് എടുക്കുമ്പോഴാണ്. അത് ഒരുത്തിനൊരു വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവനത് കംപ്ലീറ്റ് ആയിട്ട് അവൻ്റേതാണെന്ന് കാണിക്കാൻ നോക്കും. പക്ഷേ ഒരുത്തിനൊരു തോൽവി ഉണ്ടായിക്കഴിഞ്ഞാൽ അവനത് മറ്റുള്ളവരുടെ മാത്രമാക്കി കാണിക്കാൻ നോക്കും. ആണ് മനുഷ്യരുടെ ആ ഒരു രീതി. ആൻഡ് ഇവിടെ നിനക്ക് വേണ്ട ആ ഒരു സ്കില്ലെന്ന് പറഞ്ഞാൽ, നിൻ്റെ മനസ്സിനെ തോൽവിയാകട്ടെ ജയമാകട്ടെ എന്താണെന്നുണ്ടെങ്കിലും അത് എൻ്റെ മാത്രമാണ്, അത് ഞാൻ ചെയ്ത കാര്യം കൊണ്ടാണ് സംഭവിച്ചേക്കുന്നത്, ആ ഒരു ഇതിൽ കൊണ്ടുപോവുക. നിനക്കൊരു ജയം ഉണ്ടാകുമ്പോഴത്തേക്കും നിനക്ക് ചിലപ്പോൾ എൻ്റെ ടീമിൻ്റെയും കൂടി ഇതാണ് ആ ഒരു രീതിയിൽ കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ നിനക്കൊരു തോൽവി ഉണ്ടാകുമ്പോഴത്തേക്കും നീ അത് മറ്റുള്ളവരുടേതാക്കി കാണിച്ചു കഴിഞ്ഞാൽ നിനക്ക് അവിടെ ഒന്നും തോന്നാൻ പോകുന്നില്ല, നിനക്ക് അവിടെ ആ ഒരു പ്രഷർ തോന്നാൻ പോകുന്നില്ല, നിനക്ക് നിന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നാൻ പോകുന്നില്ല. നിനക്ക് ആ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം, നിനക്ക് നിൻ്റെ ലൈഫിൽ ആ ഒരു ഗ്രോത്ത് ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നീ മാസ്റ്റർ ചെയ്യേണ്ട ഈ ഒറ്റ സാധനമാണ് ആ ഒരു സെൽഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കുക, ആ ഒരു സെൽഫ് അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുക. നീ ഒരു സാധനത്തിൽ നീ ഫെയിലായിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് സംഭവിച്ചത്. നിൻ്റെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യം അതെന്തുവാട്ടെ, നല്ലതാകട്ടെ ചീത്തയാകട്ടെ എന്താണെന്നുണ്ടെങ്കിലും അത് നീ എടുക്കുന്ന ആ ഒരു തീരുമാനത്തിൻ്റെ ഫലമായിട്ട് അവിടെ നടക്കുന്നത്. അതെല്ലാം നീ ചെയ്യുന്ന ആ ഒരു കർമ്മത്തിൻ്റെ ഫലം തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല അവിടെ സംഭവിക്കുന്നത്. അത് ഏറ്റവും ആദ്യം നീ മനസ്സിലാക്കുക, അത് നിൻ്റെ മനസ്സിൽ നീ ഉറപ്പിച്ചു വെച്ചു. എന്ത് നല്ലത് സംഭവിച്ചാലും എന്ത് ചീത്തത് സംഭവിച്ചാലും അതെല്ലാം നിൻ്റെ ലൈഫിൽ നടക്കുന്നത് നീ ചെയ്യുന്ന ആ ഒരു കർമ്മത്തിൻ്റെ ഫലമായിട്ട് തന്നെ. നീ ഇപ്പോൾ ഒരു എക്സാമിന് പാസ്സായില്ല, നീ എക്സാമിന് ഫെയിലായി, നിൻ്റെ വീട്ടിൽ ചിലപ്പോൾ റിലേറ്റീവ്സ് വന്നിട്ടുണ്ടാകത്തില്ല, അമ്പലത്തിലോ പള്ളിയിലോ എവിടെയെങ്കിലും ഉത്സവമോ പെരുന്നാളോ എന്തെങ്കിലും ഉണ്ടായി കാണും, ചിലപ്പോൾ ഉണ്ടായി കാണത്തില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ആ സാധനങ്ങൾ വന്നുകൊണ്ടല്ല നീ ആ എക്സാമിന് ഫെയിലായ, നീ പഠിച്ചില്ല, നീ ആ എക്സാമിന് വേണ്ടി പ്രയോറിറ്റി കൊടുത്തില്ല, ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ് നീ ഫെയിലായ. അങ്ങനെ നീ നിൻ്റെ മനസ്സിൽ പറഞ്ഞു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് അവിടെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, നിന്നെ അവിടെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക. അല്ലാതെ നീ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ ഉത്സവവും പെരുന്നാളും ഒക്കെ വന്ന്, അല്ലെങ്കിൽ വീട്ടിൽ റിലേറ്റീവ്സ് വന്ന്, ബന്ധുക്കാരുണ്ടായിരുന്നു, ചേച്ചീൻ്റെ കൊച്ചിൻ്റെ നൂലുകെട്ടായിരുന്നു, അല്ലെങ്കിൽ പെങ്ങളുടെ കല്യാണമായിരുന്നു, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നിനക്ക് ചുറ്റും നടക്കുന്ന നിൻ്റെ ആ ഒരു ചുറ്റുമുള്ള പ്രകൃതിനെയോ നിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ബാക്കി നടക്കുന്ന കാര്യങ്ങളെയോ നിനക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാൻ പോകുന്നില്ല. നിനക്കാകെ ഈ ലോകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സാധനം അത് നിന്നെ തന്നെയാണ്. നീ നിൻ്റെ റിയൽ ലൈഫിൽ ചെയ്യുന്ന ഒരു കർമ്മം എന്താണോ, നീ നിൻ്റെ റിയൽ ലൈഫിൽ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണോ, അത് മാത്രമേ നിനക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാൻ പോകുന്നുള്ളൂ. സോ നിനക്ക് നിൻ്റെ ലൈഫിൽ എന്തെങ്കിലും ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
നിനക്ക് ആ ബിൽഡ് ചെയ്യേണ്ട സാധനം അത് കംപ്ലീറ്റ് ആയിട്ട് നിൻ്റെ ഇതുകൊണ്ടാണ് വന്നേക്കുന്നത്. ആ ഒരു നീ ഉണ്ടാക്കിയെടുക്കുക. നിനക്ക് അടുത്ത എക്സാമിന് പാസ് ആവണമെന്നാണെങ്കിൽ ഈ എക്സാമിന് നീ ഫെയിൽ ആയിരിക്കുന്നത് നിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണെന്ന് നീ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നിനക്ക് അടുത്ത എക്സാമിന് വേണ്ടി കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ നീ ചുറ്റുമുള്ള ആൾക്കാർക്ക് അതിൻ്റെ കുറ്റം കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് അവരെന്തായാലും മാറ്റാൻ പോകുന്നില്ല. അടുത്ത എക്സാം ആകുമ്പോഴും നീ സെയിം സാധനം തന്നെ ചെയ്യും. അടുത്ത എക്സാം ആകുമ്പോഴും ഈ സെയിം രീതിയിൽ അവരുടെ കുറ്റം കൊണ്ടാണ് ഇവരെല്ലാവരും ഇങ്ങോട്ട് വന്ന് എന്നെ ചേച്ചീൻ്റെ വീട്ടിൽ കൊണ്ടുപോയി, എന്നെ പുറത്ത് കൊണ്ടുപോയി, എന്നെ അവിടെ കൊണ്ടുപോയി, ഇവിടെ കൊണ്ടുപോയി. ഈ സാധനം അവിടെ നടക്കാൻ പോകുന്നുള്ളൂ. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിനക്ക് ആ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം. നിനക്ക് നിന്നെ തന്നെ ഏതെങ്കിലും രീതിയിൽ ആ ഒരു ബിൽഡ് ചെയ്യണം. നിനക്ക് നിൻ്റെ ലൈഫിൽ ആ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുപോകാം. നീ ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുപോകാം. നിൻ്റെ ലൈഫിൽ ഇപ്പോൾ ഒരു നല്ല കാര്യം സംഭവിച്ചാലും ചീത്ത കാര്യം സംഭവിച്ചാലും അത് നിൻ്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. നിൻ്റെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഉത്തരവാദി നീ മാത്രമാണ്. ആ ഒരു നീ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നിനക്ക് അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിനക്കത് ബിൽഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അവിടെ നിനക്കുള്ള ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിന്നെ തന്നെ ചേഞ്ച് ചെയ്യുക. നീ ചെയ്യുന്ന കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുക. എൻ്റെ ആ ഒരു രീതിയിൽ നീ ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിനക്ക് ആ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റാൻ പോകുന്നുള്ളൂ. അതിപ്പോൾ എത്ര ചെറിയ കാര്യമാകട്ടെ എത്ര വലിയ കാര്യമാകട്ടെ. ആൻഡ് ഈ സാധനം ഞാനിപ്പോൾ നിന്നോട് ചുമ്മാ പറയുന്നതല്ല, ഇതെനിക്ക് എൻ്റെ പേഴ്സണൽ ഇതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഞാൻ ആ ഒരു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് എപ്പോഴാണോ എൻ്റെ മൈൻഡിൽ ഞാൻ ഈ ഒരു രീതിയിൽ ട്രാൻസ്ഫോം ചെയ്ത് ആ ഒരു ചെറിയ ചെറിയ ചേഞ്ച് ഉണ്ടാക്കി കൊണ്ടുവരാൻ തുടങ്ങിയ ആ സമയം തൊട്ട് എനിക്കറിയാം ഞാൻ ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞ് അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് ഒരുത്തനെ കുറ്റം പറയാനാണെന്നുണ്ടെങ്കിൽ അവനിപ്പോൾ എത്ര നല്ല കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും അവൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ എപ്പോഴും നമുക്ക് ഈസിയാണ്. ഒരു കുറ്റം അവൻ്റെ മേത്ത് അടിച്ചേൽപ്പിക്കാനും നമുക്ക് ഈസിയാണ്. പക്ഷേ ആ ഒരു കുറ്റം നമ്മുടെ സ്വന്തം നിലയിലെടുത്ത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് അത് ഭയങ്കര കഷ്ടപ്പാടുള്ള സാധനം തന്നെ. സോ ആ ഒരു നീ നിൻ്റെ മനസ്സിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും നിനക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിൻ്റെ ഉള്ളിൽ നിന്ന് നിനക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആ ഒരു ഡ്രൈവ് ഉണ്ടാകും. ആൻഡ് ഈ സാധനം എനിക്ക് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആയിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ഏറ്റവും ചെറിയ ചെറിയ ടാസ്ക്. അതായത് എന്തെങ്കിലും ചെറിയൊരു കാര്യം വരുമ്പോഴത്തേക്കും അങ്ങനെ വന്ന് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നം വന്നായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാൻ. അത് ഞാൻ ഈ ഡെയിലി നടക്കുന്ന ഓരോ കാര്യങ്ങൾ ജേർണൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ടൈമാണ്. ആ ഒരു ടൈമിൽ ഞാൻ ഈ ഡെയിലി എഴുതുന്ന സമയത്ത് അതിന് മുമ്പ് കുറേ നാളെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഓരോ കാരണം ഉണ്ടാക്കും. അതായത് ഇന്ന് ജിമ്മിൽ പോകാൻ പറ്റിയില്ല കാരണം കസിൻസ് വന്നായിരുന്നു വീട്ടിൽ, അതങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഞാൻ ആ ഒരു ഡെയിലി ജേർണൽ ചെയ്യാനും അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ കുറച്ചും കൂടെ അക്കൗണ്ടബിൾ ആകാൻ തുടങ്ങി. കാരണം വേറൊരാളുടെ അടുത്തല്ല നമ്മളത് ഷെയർ ചെയ്യുന്നത്, നമ്മൾ സ്വയമായിട്ടാണ് പറയുന്നത്. നീ നിൻ്റെ അടുത്തൊരു കാര്യം പറയുമ്പം നീ കംപ്ലീറ്റ് സിൻസിയറായിട്ട് ഇരിക്കാൻ പറ്റുവാണെന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നീ വേറൊരുത്തരുടെ സംസാരിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ നീ കള്ളം പറയുമായിരിക്കും, പറയാണ്ടിരിക്കുമായിരിക്കും. പക്ഷെ നിന്നോട് നീ കള്ളം പറയുവാണെന്നുണ്ടെങ്കിൽ, നിന്നോട് നീ സത്യസന്ധനായിട്ടല്ല ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ വേറെ ആരൊക്കെ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നിന്നെ മാറ്റിയെടുക്കാൻ പറ്റാൻ പോകുന്നില്ല. നിനക്ക് ആ ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. നീ അറ്റ്ലീസ്റ്റ് നിൻ്റെ അടുത്ത് സിൻസിയറായിട്ടിരിക്കുക, നീ നിൻ്റെ അടുത്ത് സത്യസന്ധനായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് എപ്പോഴും ആ ഒരു ഗ്രോത്തേ ഉണ്ടാക്കത്തുള്ളൂ. ആൻഡ് ഈ ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്തേക്കുന്നൊരു കാര്യം. അതായത് ഞാൻ ആ ഒരു ജേർണൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ കംപ്ലീറ്റ് ഓണസ്റ്റായിട്ട് എഴുതി വെക്കും. അതായത് ഈ സാധനം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കാരണം ഇന്ന കാര്യമായിരുന്നു, ഞാൻ ഈ ഒരു രീതിയിൽ ഞാൻ ലാക്ക് ചെയ്യുമായിരുന്നു, ഞാൻ മടി പിടിച്ചിരിക്കുമായിരുന്നു. ആ സാധനം കംപ്ലീറ്റ് ഓണസ്റ്റായിട്ട് എഴുതിയെടുക്കുന്നു. സോ എനിക്ക് അവിടെ ഇനി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എനിക്ക് അടുത്ത ദിവസം ജിമ്മിൽ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും അവിടെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ മടി പിടിക്കാതെ ജിമ്മിൽ പോവുക, അത്രയും മാത്രമേ ഉള്ളൂ. അതായത് നാളെ കസിൻസ് വരാണ് നോക്കുക, അല്ലെങ്കിൽ കസിൻസ് വരുവാണെങ്കിൽ അവർ കാണാതെ പുറകെ കൂടെ പോവുക. ഇതൊന്നും അല്ല അവിടെ ചെയ്യുന്നത്. കംപ്ലീറ്റ് ഓണസ്റ്റ് ആയിട്ടിരിക്കുക. നിനക്ക് ആ ഒരു മടിയുള്ള കാരണമാണ് നീ അത് പോകാൻ. നിൻ്റെ വീട്ടിൽ കസിൻസ് വന്നു, നിനക്ക് അവരുടെ അടുത്ത് എന്നാൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. പിന്നെ ബാക്കി നിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇപ്പോൾ അവർ വൈകുന്നേരം വരുവാണെന്നുണ്ടെങ്കിൽ നിനക്ക് രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ജിമ്മിൽ പോകാൻ പറ്റും വേണമെങ്കിൽ. പക്ഷേ നിന്നെ അവിടെ സമ്മതിക്കാത്ത ഒരേ ഒരു ഫാക്ടർ തന്നെ മടിയാണ്. സോ ആ ഒരു രീതിയിൽ നീ ആ ഒരു സെൽഫ് അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിൻ്റെ ലൈഫിൽ നീ നിന്നോട് തന്നെ സിൻസിയറായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് ആ ഒരു പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റാൻ പോകുന്നുള്ളൂ. അത് മനസ്സിലാക്കുക. നിൻ്റെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യത്തിൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തുടങ്ങി. അല്ലാതെ വേറൊരുത്തൻ്റെ തലയിൽ അടിച്ചേൽപ്പിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി നടക്കുന്നതുകൊണ്ട് നിനക്ക് ഒരിക്കലും ലൈഫിൽ ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. അത് മനസ്സിലാക്ക്. നിനക്ക് വേണ്ടി തന്നെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. നിൻ്റെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടി വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഡു മേക്ക് സെൻസ്.